നമസ്കാരം. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്യുകയുണ്ടായി. മണിപ്പൂരിലെ എന്താണ് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളെ പറ്റിയും അഥവാ കുക്കീസ് എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുകയുണ്ടായി. ഇത് അതിന്റെ രണ്ടാം ഭാഗവും തുടർച്ചയായിട്ടാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് മണിപ്പൂരിലാണ്. മണിപ്പൂരിലെ ഒരു റിലീഫ് ക്യാമ്പിലാണ് ഞാനും വൈഫും ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് കാണുമ്പോഴുള്ള വിഷമവും വേദനകളും എന്ന് പറഞ്ഞാൽ ഒരുപാടാണ്. എല്ലാവർക്കും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ സഹോദരൻ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. സഹോദരൻ ഉൾപ്പെടെ 6 പേരെ കുക്കി എന്ന് പറയുന്ന കുക്കീസിന്റെ മിലിറ്റന്റ് ഗ്രൂപ്പ് കൊല്ലുവാനിടയായി. അവരെ വളരെ മൃഗീയമായി കൊല്ലുവാനിടയായി. ഞങ്ങൾക്ക് അവരുടെ ബോഡി എങ്ങനെ കിട്ടിയെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് ആക്ച്വലി ഓർക്കുമ്പോൾ ഭയങ്കര വേദനയാണ്. കാരണം എന്താണെന്നറിയോ, അവരെ വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി ദിവസങ്ങളോളം അഴുകിയ രൂപത്തിലായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നത്. അതിനപ്പുറമായിട്ട് നമുക്ക് വളരെ വേദനാജനകമായി തോന്നുന്നത് എന്തെന്നറിയാമോ, അവരെ പാചകം ചെയ്ത് ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് ഭക്ഷിക്കാൻ കൊടുത്തു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇത് ഇന്ത്യയിലാണോ സംഭവിക്കുന്നത്, ഇത് എവിടെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെന്നുള്ള സംശയം ഉണ്ടാകും. എന്നാൽ ഞാൻ പറയട്ടെ, ഇത് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. നമ്മുടെ സോ കോൾഡ് ഇന്ത്യയിലാണ് സംഭവിക്കുന്നത്. ആരുണ്ട് ഇതിനൊക്കെ ചോദ്യം ചെയ്യാൻ? ആരുണ്ട് ഇതിനെതിരെയൊക്കെ ശബ്ദം ഉയർത്തുവാൻ? ഞങ്ങൾ ഇന്നിവിടെ വന്നപ്പോൾ കണ്ടത് ഒരു കൂട്ടം ഏകദേശം ഒരു 150 മേൽ ആളുകൾ ഒരു ചെറിയ ഒരു സ്ഥലത്ത് തങ്ങിക്കൂടി നിൽക്കുന്നു. അവരുടെ വില്ലേജും അവരുടെ സ്ഥലവും അവരുടെ വീടും എല്ലാം ഉപേക്ഷിച്ച് വന്ന് ഇവിടെ നിൽക്കുകയാണ്. ഇതിനെല്ലാം കാരണക്കാരായ ടെററിസ്റ്റ് ഗ്രൂപ്പ് അവിടെ സ്വതന്ത്രരായിട്ട് പോകുന്നു. ഈ ബോഡി കിട്ടിയിട്ട് ഏകദേശം 5 ദിവസം കഴിഞ്ഞു. ഇന്ന് വരെ ഗവൺമെന്റിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് വന്നിട്ട് ഇതിനെതിരെ ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഗവൺമെന്റിന്റെ വീഴ്ചയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അന്നേ ദിവസം ഈ 14 കുക്കികളെ റിലീസ് ചെയ്യാൻ അവർ പല എഗ്രിമെന്റുകൾ അവർ പറഞ്ഞു. അമിത്ഷാ, മേഘാലയ CM, മണിപ്പൂർ CM, മണിപ്പൂരിന്റെ ഇവിടുത്തെ ഹോം മിനിസ്റ്റർ എല്ലാവരും കൂടി ചേർന്ന് പല വാഗ്ദാനങ്ങള് ഈ നാഗ കമ്മ്യൂണിറ്റിക്ക് നൽകിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ഉണ്ട് കൂടെ, ഞങ്ങൾ ഇത് നിങ്ങളുടെ കൂടെയാണെന്ന്. അവരെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അടുത്ത ദിവസം ഒരു നാടകത്തോടെ കൂടി ഈ ബോഡികളെല്ലാം കണ്ടെത്തുന്നു. അതിനുശേഷമായി ഗവൺമെന്റിന് ഒന്നും പറയാനില്ല. ഇവിടെ കഴിയുന്ന ഇത്രയും 150 ആളുകൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്നത് തൊട്ട് അടുത്തുള്ള വില്ലേജിൽ നിന്നുള്ള ആളുകളാണ്. അവരുടെ വേദനകൾ പറയാൻ ആരുമില്ല. ഗവൺമെന്റിന് ഇതിനൊന്നും സമയമില്ല. ഗവൺമെന്റിന് ഇതിനൊന്നും ആവശ്യമില്ല. ഇതെല്ലാം കിടന്ന് അനുഭവിക്കുന്നത് പാവപ്പെട്ട ഇന്നസെന്റ് ആയിട്ടുള്ള ആളുകളാണ്. എത്രയോ കുഞ്ഞുങ്ങൾ ഈ ക്യാമ്പിലുണ്ടെന്ന് അറിയാം. അവരുടെ പഠിത്തം ഇടയ്ക്ക് ഇപ്പൊ പഠിത്തം സ്കൂളുകളെല്ലാം അടച്ചു. അവർക്ക് പ്രോപ്പറായിട്ട് ഭക്ഷണം കിട്ടുന്നില്ല. അവർക്ക് ഒരുമിച്ച് കുടുംബത്തോട് ഒപ്പം ചെലവഴിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഇതിനെല്ലാം ആരാണ്? ചോദ്യം ഞാൻ നിങ്ങളോട് പിന്നെയും ചോദിക്കുകയാണ്. ആരോടാണ് ഈ ചോദിക്കേണ്ടത്? ഗവൺമെന്റിനോടോ? ഗവൺമെന്റിന് എന്ത് മറുപടിയാണ് തരാനുള്ളത്? ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് നമുക്ക് ചുറ്റുപാടുമുള്ളത്. ആരോട് നമ്മൾ ഇതിന് ചോദ്യങ്ങൾ ചോദിക്കും? ആര് ഇതിനെല്ലാം ഉത്തരങ്ങൾ തരും? ഇങ്ങനെയുള്ള നിരവധി കുരുന്നുകൾ ഇവിടെ ഉണ്ട്. അവരുടെയൊക്കെ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെയൊക്കെ വേദനകൾ ഒരുപാടുണ്ട്. ആരോട് ഇതെല്ലാം ചോദിക്കും? ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള കുക്കീസിന്റെ സ്വഭാവം മനസ്സിലാകാതെ ഇന്നും കുക്കീസ് കഷ്ടത അനുഭവിക്കുന്നതും അവരെ എല്ലാവരും ചേർന്ന് പീഡിപ്പിക്കുന്നുള്ള ഒരു പിക്ചറാണ് പുറത്തോട്ട് പോകുന്നത്. എന്നാൽ അതല്ല സത്യാവസ്ഥ. നിങ്ങൾ മനസ്സിലാക്കണം. 2023 നടന്ന വിഷയത്തെ ഇന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ദാറ്റ് വാസ് ഓൾസോ എ പാർട്ട് ഓഫ് വിക്ടിം കാർഡ്. എല്ലാവരും ഞങ്ങളെ ഉപദ്രവിക്കുന്നു, ഞങ്ങളെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവർ കാണിക്കുന്ന ഒരു നാടകമാണ് പുറത്തുള്ള ജനം അറിയുന്നതും പുറത്തുള്ള ജനം മനസ്സിലാക്കുന്നു. എന്നാൽ അതിന് വിപരീതമായാണ് എല്ലാം നടക്കുന്നത്. അവർ മനുഷ്യരെ മൃഗീയമായി, മനുഷ്യരെ ആനിമൽസിനോട് മൃഗങ്ങളോട് സമമായി കൊല്ലുകയും ചെയ്യുന്ന ഒരു കൂട്ടമാണ്. എന്നിട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കുകയും ന്യൂസുകൾ പ്രൊപ്പഗണ്ടയായി പരത്തുകയും ചെയ്യുന്നു. ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ ആരുമില്ല. മെയിൻ സ്ട്രീം മീഡിയാസിൽ ഇതിനൊന്നും ചർച്ച ചെയ്യാൻ സമയമില്ല. They have lot of entertainment things to do. But as a Christian, it is my duty to raise voice against all this persecution. ഇവിടെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അവർക്ക് വേണ്ടി വോയിസ് ഉയർത്താൻ ഞാൻ ഇനിയും ഉണ്ടാകും. തുടർന്നുള്ള ദിവസങ്ങളിലും മറ്റ് അപ്ഡേറ്റുകൾ തീർച്ചയായും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.